ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൻ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തട്ടുകടകളിലൊക്കെ കാണുന്ന നാടൻ പലഹാരമായിട്ടുള്ള പഴംവടയാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ രണ്ട് നല്ല തൊലി കറുത്തിട്ടുള്ള നല്ല മധുരമുള്ള 2 നേന്ത്രപ്പഴം, 2 ആണി ശർക്കര, 1/2 കപ്പ് തേങ്ങ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 കപ്പ് ആട്ടപ്പൊടി, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. പിന്നെ അതിനകത്തേക്ക് ഇടാനായിട്ട് നമുക്ക് വേണ്ടത് ഓരോരോ സ്പൂണ് കരിഞ്ജീരകവും എള്ളും 3-4 ഏലക്കായുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പാന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതൊന്ന് വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടിയും തേങ്ങയും പഴവും എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഏറ്റവും അവസാനം നമുക്ക് ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മൾ എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അത് ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ ചൂടിൽ അത് നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ പഴം അതിലെല്ലാം ചേർന്ന് നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ട് വരും. അതിനുശേഷം നമ്മളതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ചൂടാറാൻ വേണ്ടി ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് മാറ്റുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു ബൗളിനകത്തേക്ക് നമ്മുടെ ആട്ടപ്പൊടി, അതായത് ഗോതമ്പ് പൊടി ഇടുകയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് അരിപ്പൊടി ചേർക്കുകയാണ്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ചേർത്തതിന് ശേഷം നമ്മുടെ ഈ പഴത്തിൻ്റെ മിക്സ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു നുള്ളു ഉപ്പ് ഇടുകയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇനി നമ്മുടെ എള്ളും കരിഞ്ജീരകവും നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീരകം വേണമെങ്കിൽ ജീരകം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് കരിഞ്ജീരകവും എള്ളുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നമ്മുടെ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ശർക്കരപ്പാനി ചേർത്ത് നമ്മൾ പതുക്കെ കുഴച്ച് എടുക്കണം. അതിനുശേഷം നമ്മളിത് കുറച്ച് നേരം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിതൊരു 1/2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പഴുത്ത പഴം ആർക്കും ഇഷ്ടമല്ലെങ്കിൽ, ഇതുപോലെ തൊലി കറുത്ത പഴം കഴിക്കാൻ പലർക്കും മടിയാണ്. അപ്പോൾ അങ്ങനെ മടിയുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ മാവിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഒരു വടയുടെ ഷേപ്പിൽ നമ്മളിത് കുഴച്ചിട്ട് ഉരുട്ടിയിട്ട് കൈ ഒന്ന് നനച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ വടയുടെ ഷേപ്പിൽ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. പഴം വട ആയതുകൊണ്ടാണ് ഞാൻ ഈ ഷേപ്പിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പം തീ എല്ലാവരും മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് മുകൾ ഭാഗം മാത്രം കരിഞ്ഞിട്ട് ഉള്ളിൽ വേവാതെ പോവും. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പം ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇതുവരെ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പഴംവട ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.